ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമയുടെ രണ്ടാം ദിവസത്തെ ബോക്സ് ഓഫീസ് ട്രാക്കിംഗ്, ഒപ്പം തന്നെ വേൾഡ് വൈഡ് കേരള 2 ദിവസത്തെ എസ്റ്റിമേറ്റ് കളക്ഷൻ എല്ലാം തന്നെ ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയ മികച്ച പ്രൊമോഷനോടെ എത്തിയ സിനിമയ്ക്ക് ആദ്യ ദിവസം തന്നെ തിയേറ്ററുകളിലെ പോസിറ്റീവ് അഭിപ്രായങ്ങളാണല്ലോ ലഭ്യമായത്. ആദ്യ ദിവസം തന്നെ കേരളത്തിൽ 3 കോടി രൂപയ്ക്ക് മുകളിലും വേൾഡ് വൈഡ് കളക്ഷൻ 10 കോടി രൂപയ്ക്ക് മുകളിലും ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയ്ക്ക് രണ്ടാം ദിവസം മികച്ചൊരു ഹോൾഡ് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ട്രാക്കിംഗിൽ നിന്നും എസ്റ്റിമേറ്റ് കളക്ഷനിൽ നിന്നും വ്യക്തമാകുന്നത്. ഇന്നലെ ഇതേ സമയം 1,50,00,000 മുകളിലായിരുന്നു കേരള ട്രാക്കിംഗ് എങ്കിൽ ഇന്നത് 1,27,00,000 മുകളിലാണ്. ഏതൊരു സിനിമയും വ്യാഴാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുകയാണെങ്കിൽ വെള്ളിയാഴ്ച പ്രവൃത്തി ദിനത്തിൽ സ്വാഭാവികമായും കളക്ഷൻ കുറയുന്ന ഒരു കാഴ്ച നാം പല സിനിമകളുടെ കാര്യത്തിൽ കാണാറുണ്ട്. അത്തരത്തിലൊന്ന് മാത്രമേ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ കാര്യത്തിൽ ഇന്ന് സംഭവിച്ചിട്ടുള്ളൂ. ആദ്യ ദിവസം 3 കോടി കേരള കളക്ഷൻ ഉണ്ടായ സിനിമയ്ക്ക് രണ്ടാം ദിവസമായി ഇന്ന് 2.5 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ 5,50,00,000 മുകളിൽ 2 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ സിനിമയ്ക്ക് കളക്ഷൻ വരുമെന്നാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ മികച്ചൊരു കേരള കളക്ഷൻ 2 ദിവസങ്ങൾ കൊണ്ട് നേടിയെടുത്ത സിനിമയ്ക്ക് ആദ്യ ദിവസം വേൾഡ് വൈഡ് കളക്ഷൻ 10 കോടി രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ഇന്ന് രണ്ടാം ദിവസം ആദ്യ ദിവസത്തെ അപേക്ഷിച്ച് വേൾഡ് വൈഡ് കളക്ഷനിലും കേരള കളക്ഷൻ പോലെ തന്നെ കളക്ഷൻ ഇടിവായിരിക്കും സംഭവിക്കുക. ഏകദേശം 5-8 കോടി റേഞ്ചിലാണ് ഇന്ന് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ആയിട്ട് നാം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ 15-18 കോടി റേഞ്ചിൽ 2 ദിവസങ്ങൾ കൊണ്ട് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയ്ക്ക് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ വരുന്നതാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ മികച്ച കളക്ഷൻ വെറും 2 ദിവസങ്ങൾ കൊണ്ട് സിനിമ ലോകമെമ്പാടും നിന്നും നേടിയെടുക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അടുത്ത 2 ദിവസങ്ങളിൽ ശനി ഞായർ ദിവസങ്ങളിൽ വേറെ ലെവൽ ബോക്സ് ഓഫീസ് തരംഗമാണ് ഇനി നാം അങ്ങോട്ട് പ്രതീക്ഷിക്കുന്നത്. വിനീതിന്റെ സംവിധാനത്തിൽ പ്രണവ്, ധ്യാൻ, നിവിൻ പോളി, അജു വർഗീസ്, ബേസൽ ജോസഫ്, കല്യാണി തുടങ്ങി വലിയ താരനിരയോട് തിയേറ്ററുകളിലേക്ക് എത്തിയ കൂടുതൽ വർഷങ്ങൾക്ക് ശേഷം ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട പ്രേക്ഷകർ കാത്തിരിക്കൂ.